ഇന്ത്യൻ കുറ്റകൃത്യത്തിൽ ഈ മനുഷ്യനെ പോലെ പേടി വിധിച്ചിട്ടില്ല. തമിഴ്നാട്ടിൻ്റെയും കർണാടകയുടെയും കാടുകളിൽ 20 വർഷത്തോളം പേടി സ്വപ്നമായ വീരപ്പൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 1952 തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് വീരപ്പൻ ജനിച്ചത്. ചെറുപ്പം മുതൽ കാടുകളോടായിരുന്നു അവന് കൂടുതൽ ബന്ധം. ചിലർക്ക് കാടിൻ്റെ കാവൽക്കാരൻ റോബിൻ ഹുഡ് ആയിരുന്നു, മറ്റുള്ളവർക്ക് അവരുടെ ഉറക്കം കിടത്തുന്ന പിശാചും. 184 പേരെയാണ് അയാൾ വധിച്ചിട്ടുള്ളത്. അതിൽ അധികവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരുമാണ്. 2000-ഓളം ആനകളെ കൊന്നൊടുക്കി അവയുടെ കൊമ്പുകൾ കോടികൾ വിറ്റഴിച്ച് അയാൾ അയാളുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കി. ചന്ദനമരങ്ങൾ കടത്തിയും അയാളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. അങ്ങനെ പതിയെ കാട്ടിലെ ഒരു സാധാരണ വേട്ടക്കാരൻ വലിയ കുറ്റവാളിയായി മാറിയിരുന്നു. വീരപ്പൻ ഒറ്റക്കല്ലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവന് സ്വന്തമായി ഒരു സംഘമുണ്ടായിരുന്നു. ആയുധങ്ങളുമായി കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു സംഘം. പോലീസുകാർ കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വിവരം വീരപ്പന് കിട്ടിയിരിക്കും. അതിനാലാണ് ഓരോ തവണയും അവൻ രക്ഷപ്പെട്ടത്. വീരപ്പനെ പിടിക്കാൻ തമിഴ്നാട്, കർണാടക സർക്കാരുകളും പ്രത്യേക പോലീസ് സേനകളെ ഉണ്ടാക്കി. എന്നാൽ വർഷങ്ങളോളം ആരും അവനെ പിടിക്കാനായിട്ടില്ല. ഇതിനിടെ പല പോലീസുകാരും കൊല്ലപ്പെട്ടു. അതിനാൽ ഇന്ത്യ മുഴുവൻ വീരപ്പൻ്റെ പേര് ഭയത്തോടെ കേൾക്കാൻ തുടങ്ങി. 2000-ൽ രാജ്കുമാർ എന്ന പ്രശസ്ത കന്നഡ സിനിമാ നടനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. ഇത് ഇന്ത്യയെ ഞെട്ടിച്ച സംഭവമായിരുന്നു. മുഴുവൻ രാജ്യം ആ വാർത്ത കണ്ട് ഭയന്നു. വീരപ്പൻ ആവശ്യപ്പെട്ടത് കോടികൾ കൂടാതെ ചില തടവുകാരുടെ മോചനവുമായിരുന്നു. 108 ദിവസങ്ങൾക്ക് ശേഷമാണ് രാജ്കുമാർ മോചിതനായത്. ഇതോടെ ലോകമൊട്ടാകെ വീരപ്പൻ വാർത്തയായി. അങ്ങനെ 2004-ൽ വീരപ്പനെ പിടിക്കാൻ പോലീസ് രഹസ്യ പദ്ധതി തയ്യാറാക്കി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീരപ്പൻ്റെ വിശ്വാസം നേടി. അവനെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അതൊരു കുടുക്കായിരുന്നു. വണ്ടി റോട്ടിലെത്തിയതും പോലീസുകാർ മുഴുവനും ചുറ്റും കൂടി. അതിനുശേഷമുണ്ടായ വെടിവെപ്പിൽ വീരപ്പൻ കൊല്ലപ്പെട്ടു. 20 വർഷത്തിലേറെ ഇന്ത്യയെ വെല്ലുവിളിച്ച മനുഷ്യൻ്റെ കഥ അങ്ങനെ അവസാനിച്ചു. കാടിനെ സ്വന്തം രാജ്യമായി മാറ്റിയ മനുഷ്യൻ